ഉത്സവം വെടിക്കെട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് നെവിൻ ചോദിക്കുന്നത് ഈ പുക എവിടെ നിന്നാണ് വരുന്നതെന്ന്. അതായത് നെവിൻ വാക്കൗട്ട് ചെയ്തല്ലോ, പുറത്തിറക്കി ഇറങ്ങിപ്പോയല്ലോ. അപ്പോൾ അഖിൽമാരാർ വന്നതിൻ്റെ ഭാഗമൊക്കെ കൂടി പുറത്ത് പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് നെവിൻ അറിയുന്നത് പുറത്ത് ആദിലും നോറയാണ് പ്രൊവോക്ക് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നെവിൻ പുറത്തേക്ക് പോയത്. അപ്പോൾ ആ ഒരു സംഭവം നെവിൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഞാൻ ബിഗ് ബോസ് ആയിട്ടാണ് വഴക്കുണ്ടായത്, ബിഗ് ബോസ് എന്നെ പ്രൊവോക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയെന്ന്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് അതിലെ നോറ അതേപോലെ അവിടെ നിന്ന് പ്രൊവോക്ക് ചെയ്യണ്ടായിരുന്നു. അതിലെ നോറോടും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നെവിൻ പുറത്തോട്ട് പോയത്. തിരിച്ചു വന്നപ്പോൾ തന്നെ എനിക്കിത് കേട്ടപ്പോൾ തോന്നുന്നു നെവിന് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. കാരണം എന്ന് വെച്ചാൽ തിരിച്ചു വന്നിട്ടും ഒന്നും സംഭവിക്കാത്ത മാതിരി അതിലേക്കും നോറയ്ക്കും ഷെയ്ക്കാൻ്റെ മിനിറ്റ് നിൽക്കുന്നു പറഞ്ഞാൽ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ആ ഒരു സത്യം ആൾ അറിഞ്ഞത്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അതിലെ നോറയും പ്രൊവോക്ക് ചെയ്തിട്ടല്ല പോയത്, ഞാൻ ബിഗ് ബോസ് ആയിട്ട് പ്രൊവോക്ക് ആയിട്ടാണ് പോയത്. ഞാൻ പോണതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമാക്കും, ഞാൻ എന്നെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും എന്ന് പറയേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് അനുമോള് ഇറക്കി വിടും, അനുമോളുടെ കാര്യത്തിൽ തീരുമാനമാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആദിലും നോറയായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് അവർ പ്ലാൻ ആക്കിയിരിക്കുന്നത്. കാരണം അതിലും നോറയുടെ പ്രൊവോക്കേഷൻ അവിടെ വേറെ ആരും പ്രൊവോക്ക് ചെയ്തിട്ടില്ല. അതിലും നോറയുമാണ് ബിഗ് ബോസിനേക്കാൾ കൂടുതൽ അതിൽ നോറയാണ് പ്രൊവോക്ക് ചെയ്തത്. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തത് അതിലെ നോറയുടെയും പ്രൊവോക്കേഷൻ ഹൈപ്പ് ആയതുകൊണ്ടാണ്. ഞാൻ ആ വീഡിയോ ചെയ്യുകയും ചെയ്തു. ആ ഒരു പ്രൊവോക്കേഷൻ ലെവല് സെൽഫ് റെസ്പെക്ട് മാനിച്ച ആൾ പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന്. പക്ഷെ ആൾ നെവിൻ ഇപ്പോൾ പറയുന്നു ഇപ്പം അതല്ല എന്നുള്ളത്. പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക.